ഇടുക്കിയിലെ കൂട്ടാറിൽ ശക്തമായ വെള്ളപ്പാച്ചിലിൽ ട്രാവലർ ഒഴുകിപ്പോകുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ പ്രചരിച്ചിരുന്നു. കൂട്ടാർ സ്വദേശി റെജിയുടെ വിനായക എന്ന ട്രാവലറാണ് ഒഴുക്കിൽപ്പെട്ടത്. ട്രാവലറിലെ തൊഴിലാളികളായ അപ്പുവിന്റെയും സന്തോഷിന്റെയും ജീവിത മാർഗം കൂടിയായിരുന്നു ഈ വാഹനം. എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്ന 3 പേരുടെയും മുമ്പിലേക്ക് സഹായഹസ്തവുമായി 3 സുഹൃത്തുക്കൾ എത്തിയിരിക്കുകയാണ്. ആ പ്രത്യേക റിപ്പോർട്ട് കാണാം. ഈ കാഴ്ചകൾ വേദനയോടെയാണ് കേരളക്കരെ ഒന്നാകെ കണ്ടത്. 3 കുടുംബങ്ങളുടെയും ഉപജീവനമാർഗമായിരുന്ന ട്രാവലർ നിമിഷ നേരം കൊണ്ട് ഒഴുകി വെള്ളത്തിൽ മറഞ്ഞു. തലയ്ക്ക് കൈവച്ച് നോക്കി നിൽക്കാൻ മാത്രമേ ഇവർക്ക് കഴിഞ്ഞുള്ളൂ. തൊട്ടടുത്ത ദിവസം പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ് വാഹനം ഇവർക്ക് തിരിച്ചു കിട്ടിയത്. എന്നാൽ ഇന്നവർ അതിജീവനത്തിന്റെ പുതിയ പാതയിലാണ്. കുത്തൊഴുക്കിൽ അകപ്പെട്ട വാഹനത്തിന് പകരമായി മറ്റൊരു ട്രാവലർ അവരെ തേടിയെത്തി. ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്ന സുബിൻ അഞ്ജലിയും പേര് വെളിപ്പെടുത്താത്ത മറ്റു 2 പേരും ചേർന്നാണ് പുതിയ ട്രാവലർ ഇവർക്കായി വാങ്ങി നൽകിയത്. വാഹനത്തിന്റെ താക്കോൽ സുഹൃത്തുക്കളുടെ പ്രതിനിധികൾ റെജിക്ക് കൈമാറി. നമ്മുടെ വാഹനം ഒലിച്ചുപോയത് പ്രകാരം ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ശരിക്കും തിരിച്ചു കയറി വരാൻ പറ്റില്ല എന്ന് തന്നെ പൂർണ്ണമായി വിശ്വസിച്ചിരുന്നതാണ് നമ്മൾ. അപ്പോഴാണ് നമ്മുടെ 3 സുഹൃത്തുക്കൾ നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ ഒരു വഴി തുറന്നു വന്നു. അപ്പോൾ ഞങ്ങളുടെ ഓട്ടങ്ങളെല്ലാം ശരിക്കും നഷ്ടപ്പെട്ടു. ഞങ്ങളെ ബാക്കി ഓട്ടങ്ങളും കാര്യങ്ങളൊക്കെ തന്നു. പഴയതുപോലെ തന്നെ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് പ്രാർത്ഥനയാണ്. ജീവന് തുല്യം കൊണ്ടു നടന്നിരുന്ന വാഹനം വെള്ളത്തിൽ ഒലിച്ചു പോകുന്നത് കണ്ടു നിൽക്കേണ്ടി വന്ന വാഹനത്തിന്റെ ഡ്രൈവർമാരായ സന്തോഷിനും അപ്പുവിനും ഇതൊരു പുതിയ തുടക്കം. 3 സുഹൃത്തുക്കള് കൂടിച്ചേർന്നൊരു തീരുമാനമാണ്. കഷ്ടപ്പെടാണ്ട് ചെയ്തതാണ്. 3 പേരുടെ ഉപജീവന മാർഗമാണ് നഷ്ടപ്പെട്ടത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ 3 സുഹൃത്തുക്കൾ നമ്മൾ എടുത്ത വാഹനമാണ്. ഒരാൾ അഞ്ജിത സുബിനാണ്. മറ്റു 2 പേരുടെ പേര് വെളിപ്പെടുത്താൻ കുറച്ച് പ്രയാസമുണ്ട്. അവർ വെളിപ്പെടുത്താണ്ട് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് 20 സീറ്റുള്ള പുതിയ ട്രാവലറിനും വിനായക എന്ന് തന്നെയാണ് പേര്. ഇവരെ കൈപിടിച്ചുയർത്തുവാൻ നാട്ടുകാർ ഒപ്പമുണ്ടാകണമെന്ന അഭ്യർത്ഥന മാത്രമാണ് വാഹനം വാങ്ങി നൽകിയ 3 സുഹൃത്തുക്കൾക്കുമുള്ളത്. രാവിലെ ഒരു 6 മണിയോട് കൂടിയാണ്, അതായത് പാലത്തിന്റെ ഒരു സൈഡ് ഇടിഞ്ഞു പോയിട്ട് വെള്ളം മൊത്തം വണ്ടി കിടക്കാൻ. അങ്ങനെയാണ് ഞങ്ങളുടെ വണ്ടി ഒഴുകി പോകുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വഴി പോയപ്പോഴത്തേക്ക്. അപ്പോൾ നമ്മളിതുപോലെ എത്ര 2-3 വർഷം നമ്മൾ കൈകാര്യം ചെയ്ത ഒരു വണ്ടി നമ്മുടെ മുന്നോട്ട് ഒഴുകി പോകുന്നുണ്ടായിരുന്നു. നമുക്ക് അത് പറഞ്ഞറിയിക്കാൻ മേലാത്ത രീതിയിൽ ബുദ്ധിമുട്ടായിരുന്നു. ആ വണ്ടി പോയി അന്ന് തൊട്ടാണ് നമ്മുടെ ഓട്ടോ സുഹൃത്തുക്കളും ഇവിടെയുള്ള കടക്കാരും എല്ലാവരും ഈ വണ്ടി എങ്ങനെയും എടുക്കണം, വണ്ടി എടുക്കണം എല്ലാവരും പറഞ്ഞ് എല്ലാവരും ഭയങ്കര എല്ലാ ആൾക്കാരും നല്ല സഹകരണം. റെജിയുടെയും സന്തോഷിന്റെയും അപ്പുവിന്റെയും വിനായക ട്രാവൽസിന്റെയും അതിജീവനത്തിന്റെ പുതിയ യാത്രകൾ ഇവിടെ ആരംഭിക്കുകയാണ്. സുബിൻ തോമസ്, ജനം, ഇടുക്കി.